മക്കളെ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ 10 ചോദ്യങ്ങൾ മാക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് എ ഗ്രേഡ് ഉറപ്പിക്കാൻ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഷുവറാണ്. എ ഗ്രേഡ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 4ാമത്തെ പാഠം ഇൻകം ഡിറ്റർമിനേഷനിലെ 2 സെക്ടർ എക്കോണമിയിലെ ഇൻകം ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, അത് വിത്ത് ഗ്രാഫ് വരയ്ക്കണം കേട്ടോ, വിത്ത് ഗ്രാഫ് വരയ്ക്കണം. അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ 8 മാർക്ക്, ഇത് 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. 8 മാർക്കിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മോണിറ്ററി സപ്ലൈ. 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി അത് കൺട്രോൾ ചെയ്യുന്ന ടൂൾസ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ദെൻ വേരിയിങ് റിസർവ് റേഷ്യോസ്, ദെൻ പിന്നെ വരുന്നത് ബാങ്ക് റേറ്റ്. ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് നോക്കാം. ക്വാളിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത് മോറൽ സുവേഷൻ, ദെൻ ക്രെഡിറ്റ് റേഷനിങ്, മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഇക്വിലിബ്രിയം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഞാൻ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ കാണാം. y star equal to c bar plus i bar divided by 1 minus c. then കൺസംഷൻ ഫംഗ്ഷൻ എഴുതാൻ ചോദിക്കും. c equal c bar plus cy ആണ് കൺസംഷൻ ഫംഗ്ഷൻ. c bar എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ, ക്വസ്റ്റിൽ തരും. സ്മോൾ ലെറ്റർ c എന്ന് പറഞ്ഞാൽ MPC ആണ്, y എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. എല്ലാം ജസ്റ്റ് നേരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ കിട്ടും. RBIയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ബാങ്കർ ടു ദ ഗവൺമെൻറ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇഷ്യൂവൻസ് ഓഫ് കറൻസി, ദെൻ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പ്രിഫറൻസ് 3 എണ്ണം ഉണ്ട്. ഒന്ന്, പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂസ് ചെയ്യാൻ കയ്യിൽ സൂക്ഷിക്കുന്നത്, അതിന് പ്രിക്വേഷണറി എന്ന് പറയും. പിന്നെ ട്രാൻസാക്ഷൻസ് നടത്താനുള്ളതിന് ട്രാൻസാക്ഷൻസ് മോട്ടീവ് എന്ന് പറയും. ദെൻ സ്പെക്കുലേറ്റീവ്, ഊഹക്കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കാനാണ് പൈസ സൂക്ഷിക്കുന്നതെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയും. ദെൻ GDPയുടെ 3 മെത്തേഡ്സ് ഉണ്ടല്ലോ, അത് പഠിക്കണം. ഇൻകം മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇക്വേഷൻ വരുന്നത് GDP ഈസ് ഈക്വൽ ടു സിഗ്മ i ഈക്വൽ 1:n, NVAI പ്ലസ് സിഗ്മ i ഈക്വൽ 1:n DI ആണ്. ദെൻ ഇൻകം മെത്തേഡിൽ വരുമ്പോൾ C പ്ലസ് I പ്ലസ് G പ്ലസ് ഇൻകം അല്ല, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുമ്പോൾ C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. ഇൻകം മെത്തേഡിൽ വരുമ്പോൾ W പ്ലസ് IN പ്ലസ് P പ്ലസ് R. ഓക്കെ. ദെൻ GDP ഡിഫ്ലേറ്റർ കാണാൻ വേണ്ടിയിട്ട് കറണ്ട് ഇയറിൽ GDP ഡിവൈഡഡ് ബൈ കോൺസ്റ്റൻറ്റ് GDP ഇൻറ്റു 100 ചെയ്താൽ മതി. പിന്നെ GDPയുടെ പ്രോബ്ലം ഉണ്ടാവും ഇക്വേഷൻസ് വെച്ചിട്ട്, അത് നോക്കിയിട്ട് പോകണം. ദെൻ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 കാരണം, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. രണ്ടും ഏകദേശം കണക്ട് ചെയ്താലേ വരുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ മൂലം എന്തൊക്കെയാണ് സംഭവിച്ചത്? അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% നിന്ന് 5% നിന്ന് 5 to 25% ഇൻക്രീസ് ആയി. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 33% ഡിക്രീസ് ആയി, 33% ഫെൽ ഡൗൺ. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. ദെൻ ഫാക്ടറീസ് എന്ത് ചെയ്തു? അടച്ചുപൂട്ടി കിടന്നു. ഫാക്ടറീസ് ലൈയിങ് ഐഡിൽ, അടച്ചുപൂട്ടി കിടന്നു. ദെൻ ഡിമാൻഡ് ബിക്കെയിം ലോ, ഡിമാൻഡ് ഇല്ലാതെയായി, ജോലി ഇല്ലാതെയായി, അങ്ങനെ സിറ്റുവേഷനിലേക്കൊക്കെ പോയി. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ നാളത്തെ എക്സാമിന് പഠിച്ചിട്ട് പോകാം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.